വാർത്തയിലേക്ക്. ബാലരാമപുരത്ത് 2 വയസ്സുകാരി ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ അമ്മാവൻ ഹരികുമാറിനെ റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. പ്രതിയെ നെയ്യാറ്റിൻകര സബ് ജയിലിലേക്ക് മാറ്റും. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ്. ചന്തു, വിശദാംശങ്ങൾ. സമയം മുൻപാണ് ഈ പ്രതി ഹരികുമാറിനെ നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുന്നിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതിനു ശേഷം ഇപ്പോൾ പ്രതിയെ റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നെയ്യാറ്റിൻകര സബ് ജയിലിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾക്ക് മുന്നോടിയായി വീണ്ടും നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന ഇപ്പോൾ പോലീസ് നടത്തുകയാണ്. അതിനുശേഷം അല്പസമയത്തിനകം നെയ്യാറ്റിൻകര സബ് ജയിലിലേക്ക് മാറ്റും. പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയതായി നമുക്കിപ്പോൾ വിവരം ലഭ്യമല്ല. എന്തായാലും കസ്റ്റഡി അപേക്ഷ ഉടൻ തന്നെ പോലീസ് നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. മിക്കവാറും നാളെയായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യത. 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കസ്റ്റഡിയിൽ ലഭിച്ചതിനു ശേഷം കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് പോലീസ് കടക്കും. കാരണം ഇതുവരെ എന്ത് കാരണത്തിന്റെ പുറത്താണ് ഈ കുട്ടിയെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയതെന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തത വരുത്താനായിട്ടില്ല. പല കാര്യങ്ങളിലും പോലീസ് ഇനിയും ഉത്തരം കണ്ടെത്താനിരിക്കുന്നു. പ്രതി കുറ്റസമ്മതം നടത്തി എന്നതിനപ്പുറത്തേക്ക് പോലീസിന് മറ്റ് കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും പല കാര്യങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ട്. ഈ അമ്മയുടെ പങ്കിനെ കുറിച്ച് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്കൊക്കെ പോലീസിന് കടക്കേണ്ടതുണ്ട്. ഇന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും ആ മൊഴികളിലൊന്നും കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഈ കുടുംബവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അതായത് ഈ പ്രതി ഹരികുമാറുമായും കുട്ടിയുടെ അമ്മ ശ്രീതുവുമായും ഒക്കെ അടുത്ത് നിൽക്കുന്ന ഒരു ജോൾസിനെ കൂടി പോലീസ് കൊണ്ടുവന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അയാളെ നാളെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യും. കാരണം ഈ കുടുംബവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ഇയാൾക്ക് പങ്കുള്ളതായാണ് സൂചന. നേരത്തെ ഈ ശ്രീതു നൽകിയ പരാതിയിൽ ഒരു 30 ലക്ഷം രൂപയുടെ പരാതി നൽകിയിരുന്നു. അത് ഈ ഇന്ന് കൊണ്ടുവന്ന ഈ ജോൾസിനുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കൂടുതൽ പരിശോധനകളിലേക്ക് പോലീസ് കടക്കേണ്ടിയിരിക്കുന്നു. നാളെയും വിശദമായ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. ഇന്ന് ഈ കുട്ടിയുടെ അമ്മയെ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നാളെയോടെ അത്തരത്തിലൊരു ചോദ്യം ചെയ്യലിലേക്കും പോലീസ് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ശ്രീതുവിന്റെ അമ്മ ക്ഷമിക്കണം, ശ്രീതു പ്രധാനമായും മഹിളാ ഭവനത്തിലാണ്, പൂജപ്പുര മഹിളാ ഭവനത്തിലാണ് ഉള്ളത്. അവരെ കൂടി എത്തിച്ച് വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും പോലീസിന് ഇതുവരെ കൃത്യമായ വിവരങ്ങൾ, കുട്ടിയെ എന്തിന് കൊലപ്പെടുത്തി എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഈ പ്രതി മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളാണെന്ന് പറയുന്നു. അതിനുള്ള മരുന്ന് കഴിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ കുറ്റസമ്മതം നടത്തിയെന്നും പറയുന്നു. അപ്പോൾ ഇത് എത്രമാത്രം നിലവിലെ സാഹചര്യത്തിൽ കേസിന് ബലം നൽകുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കും അന്വേഷണത്തിലേക്കും കടക്കാനായിരിക്കും സാധ്യത. ശരി ചന്ദ്.